ഇതാ ഇവിടെ നീന്താൻ ബഹളാട്ടോ. ഒരു 10-22 വർഷത്തിന് ശേഷം ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ കുളത്തിലിറങ്ങുന്നത്. ഹൈസ്കൂൾ പഠനകാലത്താണ് അവസാനമായിട്ട് നീന്തിയത്. ഈ തിരക്കൊക്കെ കണ്ടാൽ വിചാരിക്കും പുള്ളിക്കാരി ഭയങ്കര നീന്തലാന്ന്. പക്ഷെ കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് തട്ടിപ്പിടയ്ക്കാന്നല്ലാതെ ഒരു രക്ഷയുമില്ല കേട്ടോ. ബാക്കി എല്ലാ പിള്ളേരും കൈ കിടത്തിയ നീന്തം പഠിപ്പിച്ചു. പക്ഷേ ഈ മേഡം ട്യൂബിനും എടുക്കുന്നില്ല, കൈക്കും എടുക്കുന്നില്ല. നീന്തലിൽ എക്സ്പേർട്ട് ആകാൻ സമയമായി, പക്ഷേ വെള്ളത്തിൽ കിടന്ന് തട്ടിപ്പിടയ്ക്കുന്നേ ഉള്ളൂ ആൾ. ഇപ്പോഴത്തെ ജൻസി പിള്ളേർ പണ്ടത്തെ പോലെയല്ല കേട്ടോ. വെള്ളത്തിനോട് മുന്നിട്ട് നീന്തം പഠിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അവർ ഈ ട്രെയിനേഴ്സിൻ്റെ കഴിവ് കണ്ടറിഞ്ഞിട്ടേ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് കുറേ പേര് ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനമൊക്കെ ഓരോരുത്തർ കൈയേറിയിട്ടുണ്ട്. ഈ അടുത്ത പടി നീന്തലറിയാത്ത ആളെ വെള്ളത്തിലിറക്കാനുള്ള ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അയാളുടെ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അഭ്യാസങ്ങളൊക്കെ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. നീന്തൽ നന്നായി അറിയാമെങ്കിലും നമ്മൾ എല്ലാ സ്ഥലത്തു നിന്ന് വെള്ളത്തിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടുന്നത് അത്ര ശരിയല്ല. പരിസരവാസികളോടൊക്കെ അന്വേഷിച്ചിട്ട് അപകടമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാവും. ചില സ്ഥലങ്ങളിൽ കയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ സ്വന്തം നാടായതുകൊണ്ടാണ് ചെറിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്താമെന്ന് കരുതി. ആളുടെ പേടി മാറ്റാനാണ് കേട്ടോ. നീന്തുന്നവരൊക്കെ നീന്തട്ടെ, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുള്ള മനോഭാവത്തോടെ പുള്ളിക്കാരി ആ സ്ഥാനത്ത് നിന്ന് അനങ്ങുന്നില്ല കേട്ടോ. അതേപടി നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ വെറുതെ വെള്ളത്തിൽ കിടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ കരയ്ക്ക് കയറി. അവളുടെ ഇഷ്ടം പോലെ പഠിക്കട്ടെ. അവളുടെ സ്റ്റൈലിൽ നീന്തി മതിയായപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. ഇന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും 47ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പം നല്ല മഴയാട്ടോ. മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വക ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബിരിയാണി കാഴ്ചയിലോട്ട് പോകാം. ഈ ഇളനീർ ഹൽവ പോലെ കാണുന്ന സാധനമാണ് കേട്ടോ. ഹോം മെയ്ഡ് സോപ്പ്, അലോവേര ജെല്ല്, ഗ്ലിസറിൻ ഒക്കെ ചേർത്തുണ്ടാക്കുന്ന, ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ്. അമ്മായി ഉണ്ടാക്കുന്ന സോപ്പാണ്. വളരെ നല്ല സോപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഹോം മെയ്ഡ് സോപ്പായിട്ട് വീണ്ടും കുളിക്കാനായിട്ട് പോവുക കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് ആയിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് തെയ്യത്തിനും തിറയ്ക്കൊക്കെ പകരമായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രാദേശിക ഉത്സവമാണ് കേട്ടോ. കളിയാട്ടക്കാവിലെ കുതിരകെട്ട്. വെക്കേഷനൊക്കെ രസകരമായി കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് വീണ്ടും. സീറ്റിക്കുട്ടീനും കൂട്ടി പോയതുകൊണ്ട് നാട്ടിലേക്കും തിരിച്ചും ഓട്ടോ തന്നെയാണ് കേട്ടോ പോകുന്നത്. നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടാട്ടോ വന്നത്. ഓട്ടോയിലായതുകൊണ്ട് തന്നെ കുറേ ലഗേജ് ഇന്ന് എടുത്തിട്ടുണ്ട്.